സർ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും അത് വളരെയധികം കൊണ്ടാടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നുള്ളൊരു സംശയം. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവിടെ ഒരു സംശയമുണ്ട്. കാരണം അതും നമ്മൾ കണക്കിലെടുക്കണമല്ലോ. ഒരു കൊട്ടേഷൻ കൊടുത്തു ഒരു സ്ത്രീയെ ബലാത്സംഗത്തിനിരയാക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടാവുക എന്നത് പറയുന്നത് തന്നെ ഇന്ത്യയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ കേസായിരിക്കും അല്ലേ. എന്നിട്ടും ആ കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ജുഡീഷ്യസ് ആയ ഒരു ജഡ്ജ്മെൻ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരയാക്കപ്പെട്ട പെൺകുട്ടി ആ കൃത്യത്തിൽ ഏർപ്പെട്ട 6 പേരെയും കുറ്റക്കാർ എന്ന് കണ്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ശിക്ഷ മാത്രമേ വിധിക്കാനുള്ളൂ. അത് കാരണം വെച്ചാൽ ക്രൈം സീനുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ 3 തരത്തിലുള്ള ആൾക്കാരെ വരുള്ളൂ. 1 ഇരയാക്കപ്പെടുന്നത്, 2 കുറ്റകൃത്യം ചെയ്യുന്നത്, 3 സാക്ഷികൾ. ഇതിനകത്ത് ഇവരാരും സാക്ഷികളല്ല, അവരെല്ലാം പ്രതികളാക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് ശിക്ഷ നൽകിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പെൺകുട്ടി അവൾ വളരെ മൃഗീയമായി ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ കേസ് നടത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമുള്ളതാണ്. ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അതിമനോഹരമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇനി നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹണി വർഗീസ് ഒരു സ്ത്രീയാണ്. അതെ, എന്നിട്ട് പോലും അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആദ്യം ഇതിന് മൊഴി കൊടുക്കുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ്, അതിജീവിത. അവർ കൊടുത്ത മൊഴിയിൽ ഒരിടത്തും ഒരു ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നേയില്ല, മിണ്ടിയിട്ടില്ല. അവർക്ക് അറിയില്ല, അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. തൽക്കാലം നമുക്കെന്താണെന്ന് വെച്ചാൽ, മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ഈ പെരുമയും പേരും മാറ്റിവെക്കുക, അവരെ വ്യക്തികളായിട്ട് എടുക്കുക. മഞ്ജുവും ദിലീപും ഭാര്യയും ഭർത്താക്കന്മാരുമായിരുന്നു. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്ന് അവർ തെറ്റിപ്പിരിഞ്ഞു. ദിലീപ് വേറെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച സ്ത്രീയുമായിട്ട് മഞ്ജുവിന് സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ദിലീപിനോട് മഞ്ജുവിന് യാതൊരു തരത്തിലുള്ള ഇഷ്ടവുമില്ല. എഗ്രീഡ്, സത്യമാണ്. ഇനി അതിനകത്ത് നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, മഞ്ജുവിൻ്റെ മകള് ചെറുപ്പമായിരുന്ന ആ കുട്ടി ദിലീപിനോടൊപ്പവും 2ാം ഭാര്യയോടൊപ്പവും നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. സാധാരണഗതിയിൽ പെൺകുട്ടികൾ അമ്മയുടെ കൂടെ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതിൽ നിന്നും മറിച്ച് വേറൊരു കാര്യവും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാനീ പറയുന്നത്. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടുള്ള മഞ്ജു വാര്യരാണ് പറയുന്നത് എന്ത്, ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന് വെച്ചാൽ നിയമപ്രകാരം 120B കൃത്യമായി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്നാണ്. ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ അങ്ങനെ പറഞ്ഞത്? അതല്ലേ ചോദിക്കുന്നത്. നിയമത്തിലും അങ്ങനെ തന്നെയാണ്. എന്താ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം മഞ്ജു പറഞ്ഞിട്ടില്ല. മഞ്ജു പറയുന്നത് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ്. ഇതിലും ഒരു കാര്യമുള്ളത്, ഈ മഞ്ജുവിൻ്റെ മൊഴികൾക്ക് തെളിവ് മൂല്യം ഇല്ല. എന്താ കാരണം? മഞ്ജു ദിലീപിൻ്റെ വിരോധിയാണ്. ദിലീപിൻ്റെ വിരോധിയായ മഞ്ജു പറയുന്ന കാര്യം ദിലീപിന് സ്വാഭാവികമായിട്ട് എതിരാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മഞ്ജുവിൻ്റെ വാക്കുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ മഞ്ജുവിൻ്റെ കാര്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. പക്ഷേ ഇതിലത് പറ്റില്ല. കാരണം നിയമത്തിൻ്റെ മുന്നിൽ അത് സാധ്യമല്ല. അപ്പോൾ തെളിവ് മൂല്യം വളരെ കുറഞ്ഞ ഒരു കക്ഷിയാണ് ആര്? മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യരാണ് 120B ഉണ്ട് എന്ന് പറയുന്നത്. ഈ 120B ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കാണുന്നതെന്ന് വെച്ചാൽ,
ബി സന്ധ്യ എന്ന് പറയുന്ന ADGP അന്വേഷണം ഏർപ്പെടുകയും കുറേ പേര് വരികയും ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിടുകയും ചെയ്യുകയാണ്. ഒന്ന്, ദിലീപിനെ അറസ്റ്റ് ചെയ്ത് അത്രയും കാലം 85 ദിവസം അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിൻ്റെ കാരണം ഇപ്പോൾ 14 ദിവസം വരുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് പറ്റില്ല എന്നാണ്. ശരിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹൈക്കോടതി എന്താണ് അറസ്റ്റ് തടയുകയാണ് അറിയ ഹൈക്കോടതി. പക്ഷേ ഈ വക ഒരു ആനുകൂല്യവും ദിലീപിന് ഒരു കോടതിയും കൊടുത്തിട്ടില്ല. അതെന്താ കാരണം? കാരണം ഈ കേസിനെ കോടതി അത്ര ഗൗരവത്തിലാണ് കണ്ടത്. ഇതിലിങ്ങനെ പറയുന്ന രീതിയിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗൂഢാലോചന പുറത്തു വരണം എന്നുള്ളതാണ്. സർ, പൾസർ സുനി ഉൾപ്പെടെയുള്ളവര് അവർക്ക് ഈ അതിജീവിതയോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരതിനകത്തേക്ക് ചെന്നെത്തപ്പെടണമെങ്കിൽ അവർക്കൊരു കൃത്യമായ നിർദ്ദേശം, ഈ സ്ത്രീയെ ഇങ്ങനെ ചെയ്യണം, അതായത് അതിജീവിതയോട് ഇങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു നിർദ്ദേശം ചെന്നിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുമ്പോൾ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? കാരണം വെറുതെ എന്തിനാണ് ഈ അസിസ്റ്റന്റുമാരോ ഡ്രൈവർമാരോ ആയിട്ടുള്ള ഇവർ ഈ ഒരു സ്ത്രീയെ അതിജീവിതയെ ഇങ്ങനെ ആക്രമിക്കാൻ ഒരുമ്പെട്ട് ഇറങ്ങുന്നത്? അതിനകത്ത് പൾസർ സുനി എന്ന ക്യാരക്ടർ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിരന്തരം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിജീവിതയുമായിട്ട് ഇദ്ദേഹം പല വട്ടം യാത്ര ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിജീവിതക്കും ഇദ്ദേഹത്തെ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അവർ സ്ട്രേഞ്ചേഴ്സ് അല്ല, അപരിചിതരല്ല, പരിചിതരാണ്. ആ പരിചിതമായ അവസ്ഥയിലാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ എന്തിന് ഇവരിത് ചെയ്തു എന്നുള്ളതാണ്. ഈ ബലാത്സംഗം മാത്രം നമുക്ക് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അതിന് അവനവൻ്റെ മനസ്സുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ആയുധം എടുത്ത് കൊടുത്തിട്ട് ഒരാളെ വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റും. പക്ഷെ ബലാത്സംഗം വേറൊരാളുടെ നിർദ്ദേശാനുസരണം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. സാറ് പറഞ്ഞ പോലെ പൾസർ സുനി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അപ്പോൾ അതായത് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള സമീപനം പുലർത്തുന്ന ഒരാളാണ് എന്നാണ് പറഞ്ഞ് നമുക്കുള്ള അറിവ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് പണം കൊടുത്ത് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, ഇത് എന്ത് പറഞ്ഞാലും ശരിയാണ്. അയാളുടെ ഒരു ഹാബിറ്റ് അനുസരിച്ച് അയാൾ ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അയാൾ നേരത്തെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പണമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. ഇയാൾ ഇതിന് മുൻപ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതൊന്നും പണം വാങ്ങിയിട്ടില്ല. അയാളങ്ങനെ പണം വാങ്ങി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതിനൊരു ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയലും ഇല്ല. അത് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് നിങ്ങളുടെ അഭ്യൂഹമാണ്. അതിനെന്താ തെളിവ്? കോടതിയല്ലേ. കോടതിയിൽ വളരെ ഈ ദിലീപ് ഇങ്ങനെ പറഞ്ഞിട്ട് അതനുസരിച്ച് പണം വാങ്ങി ഞാൻ ചെയ്തതാണ് എന്നുള്ളതിന് അങ്ങനെയാണെങ്കിൽ ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കാണണം. ഈ കൊടുത്തിരിക്കുന്ന പണം എവിടെ പോയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു ചെറിയ കാര്യം പൾസർ സുനിയെ പോലുള്ളൊരു ബോൺ ക്രിമിനൽ, അയാൾ ബോൺ ക്രിമിനലാണെന്ന് എല്ലാവരും പറയുന്നു. കോടതിക്കും അങ്ങനെ, ആ കോടതിയിലും അതിൻ്റെയൊക്കെ എവിഡൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു 5000 രൂപയോ 6000 രൂപയോ 10000 രൂപയോ വാങ്ങിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. ദിലീപിനെ ഇതിന് ശേഷം വിളിക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത്? ദിലീപിനെ ഇതിന് ശേഷമല്ല, ഇതിന് മുൻപും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങയെ വിളിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ഫോൺ ചെയ്തു. നമ്മൾ ഫോൺ ചെയ്യുന്നവരാണ്. ദിലീപും ഈ പൾസർ സുനിയും പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ ചെയ്യുന്ന ഒരാൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വിളിച്ചത് ഇന്ന കാര്യം പറയാനാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് തെളിവുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരു തെളിവുമില്ല. അത് തെളിയിക്കാൻ കഴിയില്ല. 120B എന്ന വകുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. വ്യക്തമായ തെളിവുകളില്ല എങ്കിൽ അത് തെളിയിക്കാൻ സാധ്യമല്ല. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കുന്നതിനോ കണ്ടെത്തുന്നതിലോ ആ കാര്യത്തിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല.
കാരണം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ തെളിവുകളുണ്ട് എന്നും ഇയാൾ ജയിലിൽ കിടക്കേണ്ടവനാണ് എന്നും ഇയാളെ ഞാൻ ജയിലിലിടും എന്നും പറഞ്ഞത് സന്ധ്യയാണ്. സന്ധ്യയാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അതിന് ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സന്ധ്യയും ദിലീപും ഒക്കെ തമ്മിൽ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ്. അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പക തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. അത് മഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നായാലും മഞ്ജു പറയുന്ന രീതിയിൽ മഞ്ജു എത്ര ആണയിട്ട് പറഞ്ഞാലും മഞ്ജു വാര്യരുടെ മൊഴിക്ക് തെളിവ് നിയമം അനുസരിച്ച് വാല്യൂ കുറവാണ്. മഞ്ജു ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പൊതുയോഗത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു, അത് അന്വേഷിക്കണം. അത്രയും കാലം പറഞ്ഞിട്ടില്ല. ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം മഞ്ജുവിന് അപ്പം എവിടെ നിന്ന് കിട്ടിയ വിവരം? ഈ ക്രിമിനൽ കേസിലെ പ്രതികൾ ആരെങ്കിലും മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിജീവിതയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിജീവിത ആദ്യം പറയേണ്ട പേരാരുടെയാണ്? ദിലീപിൻ്റെ അല്ലേ? അത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന കുറ്റം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ താരതമ്യേന പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതില്ല എന്നുള്ളതാണ് കോടതിക്ക് അത്ര എത്താൻ പറ്റുള്ളൂ. സംശയത്തിൻ്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം സമ്മതി നൽകുന്നില്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഈ ക്രൈം ചെയ്തു എന്ന് പറയുന്നവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചെയ്യിച്ചത് ഇയാൾക്ക് വേണ്ടിയാണ് എന്നുള്ളതൊരു അഭ്യൂഹം മാത്രമാണ്. ആ അഭ്യൂഹത്തിന് തെളിവുകളൊന്നും ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ എങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരാളെ കുത്തിക്കൊല്ലുന്നത് മജിസ്ട്രേറ്റ് കണ്ടു എന്ന് വെച്ചോ, ഉടനെ തന്നെ മജിസ്ട്രേറ്റിനെ അയാളെ വിളിച്ചിട്ട് ശിക്ഷിക്കാൻ പറ്റില്ല. മജിസ്ട്രേറ്റിനൊരു സാക്ഷിയായിട്ട് അവിടേക്ക് ചെല്ലാം, ഞാനിത് കണ്ടു എന്ന് പറയാം. അപ്പോൾ എതിർഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ മാത്രമേ മജിസ്ട്രേറ്റിനൊരു സാക്ഷിയാകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയ ജഡ്ജ്മെൻറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ ജഡ്ജ്മെൻറ്റ് വിസ്തരിച്ച് വായിച്ചു നോക്കിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പോൾ വന്നിരിക്കുന്ന ചില പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. എന്തായാലും ശരിയാണ്, തെളിവില്ല എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് ശരിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനെതിരെ ഇനിയും കൊടുക്കാമല്ലോ, കോടതി കേസ് കൊടുക്കാമല്ലോ. സ്വാഭാവികമായി അവർ പോകുമല്ലോ. പിന്നെ ആരായാലും പോകണം. കാരണം ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഇതിന് ക്ലിയറൻസ് വരട്ടെ. ലോവർ കോടതി ഇത് പറഞ്ഞിരിക്കുന്നു, ഇതാണ് ട്രയൽ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അവർക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതി പോകാം. ഹൈക്കോടതി പോകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം.
ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.